Good afternoon, all. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോസസ് ഓഫ് ഇന്റർവ്യൂ പ്രോസസ് ആണ് അല്ലെ? അതില് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂ, കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ, അത് നോക്കിയിരുന്നോ? അല്ലെങ്കിൽ പ്രിപ്പറേഷൻ മാത്രമാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കണ്ടക്ട് ചെയ്യേണ്ട രീതിയാണ് ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓപ്പണിംഗ് ഇന്റർവ്യൂ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂർ നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഇതെടുത്തിട്ട് ആ ഒരു ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, നമ്മൾ കംപ്ലീറ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഇംപ്രഷൻ, അവരുടെ ഇംപ്രഷനും ഒബ്സർവേഷനെ കുറിച്ചിട്ടും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ലാസ്റ്റ് ക്ലോസിംഗ് ഓഫ് ദി ഇന്റർവ്യൂ ആണ്. നമ്മൾ ഇന്റർവ്യൂ അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. നമ്മൾ അവരോട് പറയാൻ നെഗറ്റീവ് വൈബ് ഒന്നും കൊടുക്കുന്ന രീതിയിലല്ല, പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാം. ദെൻ ഇവാലുവേഷൻ ഓഫ് ഇന്റർവ്യൂ റിസൾട്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മള് ഇന്റർവ്യൂ ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇന്റർവ്യൂ റിസൾട്ട് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ആക്സെപ്റ്റ്, കാൻഡിഡേറ്റ്സിന്റെ പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് ആക്സെപ്റ്റ് നല്ല രീതിയിൽ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ആരെ സെലക്ട് ചെയ്യണം, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ ഗ്രേഡും അവരുടെ പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സിൽ അവരുടെ ഒബ്സർവേഷൻസും കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അവരെ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോസസ് ഓഫ് ഇന്റർവ്യൂ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ് ആണ്. നമുക്കറിയാം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കാം ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ്. The type of interview being conducted largely influencing the interviewing arrangements. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രോസസ് ഓഫ് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ വരെയാണ് പറഞ്ഞിരുന്നത്? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ വരെയാണ് പറഞ്ഞത്? ചെറിയ ഡൗട്ട്. ഇന്റർവ്യൂ പ്രോസസ് പറഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു ഗീതു. ഓക്കെ, ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ബീങ് കണ്ടക്ടഡ് ലാർജ്ലി ഇൻഫ്ലുവൻസ് ദ ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്സ്. ഏത് ടൈപ്പാണ് നമ്മൾ ഇന്റർവ്യൂ നടത്താൻ പോകുന്നത് അത് നമ്മുടെ ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർമൽ ആണ് ഇന്റർവ്യൂവിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂവിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഇൻഫോർമൽ ആണെങ്കിൽ അത്രയും എന്ന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. The procedure of interviewing maybe involves conducting individual interview and interviewing panel, a selection board or some form of assessment centers. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടിട്ട് വരും, ഇന്റർവ്യൂയിങ് പാനൽ വേണ്ടി വരും, സെലക്ഷൻ ബോർഡ് ഉണ്ടാവും, or sometimes assessment centers, അവർ നോളജ് അസസ് ചെയ്യാനായിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് കൂടി ഉണ്ടാവും. However, the interview arrangement should be conformed broadly to the following mentioned pattern. താഴെ പറയുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് ആൻഡ് ടൈം ഓഫ് ദി ഇന്റർവ്യൂ. നമ്മൾ കാൻഡിഡേറ്റ്സിനോട് എവിടെയാണ് ഇന്റർവ്യൂ നടത്തുന്നത്, അതിന്റെ ടൈം എപ്പോഴാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്തിരിക്കണം. ആൻഡ് ദ പേഴ്സൺ ടു contact should be provided to the candidate who have applied in writing or over a phone. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ലെറ്ററിന് ഒപ്പം തന്നെ കാര്യങ്ങൾ എവിടെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്ത് കൊടുക്കണം, ഓർ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും മതി. The time of interview should be scheduled
while keeping in mind the distance between the candidates residence to the place of interview. നമ്മൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പ്ലേസ് ഡിസൈഡ് ചെയ്യാൻ, ഇന്റർവ്യൂവിന്റെ പ്ലേസ് ഡിസൈഡ് ചെയ്യാൻ. എല്ലാവർക്കും പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ. ഒരുപാട് റൂറൽ ഏരിയാസിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ ആയിട്ട് സെന്റർ സെലക്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പൊ കുറച്ച് അർബൺ ഏരിയ ആണ്, സിറ്റിയിലൊക്കെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്കത് കുഴപ്പമുണ്ടാവില്ല. Timing should be adjusted according to working hours of the candidates. അപ്പൊ കറക്റ്റ് ആയിട്ട് വർക്കിംഗ് അവേഴ്സിൽ തന്നെ ടൈം കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. ദാറ്റ് ആർ കറന്റ്ലി പ്ലേസ്ഡ് ഇൻ സം കമ്പനി. മേ ബി ആ വർക്കിംഗ് അവേഴ്സ് തന്നെയാണ്, ആ ടൈം അവർക്ക് അനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇഫ് ദ ലൊക്കേഷൻ ഓഫ് ദ കമ്പനി ഇസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, നമുക്ക് ആ ലൊക്കേഷൻ, കമ്പനിയിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ a map accomplished by public transportation detail should be provided to the candidates. അപ്പോൾ ഒരു മാപ്പ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓർഗനൈസേഷനിൽ വരാനായിട്ട് പറ്റും. It always a good idea to let the receptionist or security guard know who is coming. അതേപോലെ തന്നെ നമ്മൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്തും ഒരു ലിസ്റ്റ് കൊടുക്കുക, സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്തും കൊടുക്കുക, ഇന്റർവ്യൂ വരുന്നത് എന്തിന്റെ ആൾക്കാരാണ്. അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിനോട് പറയാം, ഇത്രയും പേര് ഇന്റർവ്യൂവിനുണ്ട്, 10 നമ്പേഴ്സ് ഓഫ് വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ഇന്റർവ്യൂവിനുണ്ട്. അപ്പൊ അവരുടെ പേര് കൊടുക്കുക. അപ്പൊ റിസപ്ഷനിസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം അവരെല്ലാവരും പ്രസന്റ് ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. It will put a good impression on the candidates. നമ്മള് റിസപ്ഷനിസ്റ്റ് ഒരു സ്മൈലോട് കൂടി നമ്മളൊന്ന് ഗുഡ് മോർണിംഗ് പറയാം, ഒരു വാമായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു നല്ലൊരു ഇംപ്രഷൻ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് ആൻഡ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ നമ്മൾ കാൻഡിഡേറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിരിക്കണം. കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂ എന്താണ് ഇന്റർവ്യൂ കോളിന്റെ ആപ്ലിക്കേഷൻ അതിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഫോണിൽ ഇൻ റൈറ്റിംഗ് ത്രൂ ഫോൺ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ഫിക്സ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. ഒത്തിരി അർബൺ ഏരിയയിലൊക്കെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അത് എത്തിച്ചേരാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ആയിരിക്കും. പിന്നെ ടൈമിംഗ് എന്ന് പറയുന്ന വർക്കിംഗ് അവേഴ്സ് തന്നെ ഫിക്സ് ചെയ്യാൻ നോക്കാം. പിന്നെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് മാപ്പോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് നമ്മൾ ഇത്ര പേര് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്നുണ്ട്, അപ്പോ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ, ആരൊക്കെ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു സെൽഫ് ഇംപ്രഷൻ, ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് ആൻഡ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ആണ് ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് ആണ് അടുത്തൊരു കാര്യം, ഇന്റർവ്യൂ അറേഞ്ച്മെന്റിന് വേണ്ട നെക്സ്റ്റ് ഒരു കാര്യമാണ് ആപ്ലിക്കൻസ് ഷുഡ് ബി ഗീവ് എ ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ റൂം ടു വെയിറ്റ്. ഇവർക്ക് ക്വയറ്റ് ആയിട്ട് ഓക്കെ ആപ്ലിക്കൻസിന് ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ, കാരണം അവരുടെ ടേൺ വരുന്ന വരെ അവർക്ക് വെയിറ്റ് ചെയ്യാനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. മേ ബി എന്തെങ്കിലും റീഡിംഗ് മാഗസിൻ ഓർ വേരിയസ് മെറ്റീരിയൽസ്, റീഡിംഗ് മെറ്റീരിയൽസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടൈമും കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദ റൂം should have various reading materials available for them. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് അവൈലബിൾ ആക്കുന്നത് നല്ലതായിരിക്കും. ന്യൂസ് പേപ്പേഴ്സ് ഓർ മാഗസീൻസ് ഓർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഇരിക്കാനൊക്കെ പറ്റും. Depth and through information related to the program should be provided to interviewer or interviewing panel. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്, അതേപോലെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള തറോ ഇൻഫർമേഷൻസ് നമ്മൾ ആർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയായിട്ടോ ഓർ ഇന്റർവ്യൂ പാനൽ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് ഇന്റർവ്യൂ പാനൽ, അപ്പൊ ആ പാനലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇൻ ഓർഡർ ടു വെൽക്കം ആൻഡ് എസ്കോർട്ട് ദ കാൻഡിഡേറ്റ്സ് ഫോർ ഇന്റർവ്യൂ, room should be booked and arranged. Arrangements should be made for their meals and conducted tour around the company if possible. Tour. Okay. നമ്മള് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൂംസ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഫറൻസ് റൂം ഒക്കെ ബുക്ക് ചെയ്യണം. നേരത്തെ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കണം. പിന്നെ മീൽസ്, ഇന്റർവ്യൂ ലേറ്റ് ആവും
അപ്പൊ 2 പ്രാവശ്യമായിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വരാണെങ്കിൽ അവർക്ക് വേണ്ട മീൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. പറ്റുവാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ നമ്മുടെ കമ്പനിയിൽ ടൂർ കൊണ്ടുപോകുന്ന കമ്പനിയിൽ ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. The room with the less or little distraction should be arranged for the interview. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒട്ടും ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു റൂം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട്. ഒട്ടും ഡിസ്ട്രാക്ഷൻ പാടില്ല. ഒരു കോൺഫറൻസ് റൂം നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ കോൺഫറൻസ് റൂം കാണിച്ചു തരാം. പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതേപോലെ ഒരു റൂം ഉണ്ട്, കോൺഫറൻസ് റൂം എന്ന് പറയുമ്പോൾ അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലൊരു റൂമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇന്റർവ്യൂ അവർക്ക് അതേ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികൾക്കും അധികം ഡിസ്ട്രാക്ഷൻ അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും പാടില്ല. ഓക്കെ, കളറൊക്കെ കുറച്ച് കാമായിരിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റൂം ആയിരിക്കണം. എന്ത് ചെയ്യണം, കോൺഫറൻസ് ഇതേപോലത്തെ ഒരു റൂം കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം ആണെങ്കിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഫേസ് ടു ഫേസ് മേ ബി റൂമിലെ ചിലപ്പോൾ ഇത്രയും ടേബിൾസോ ചെയർസ്, ഇന്റർവ്യൂ പാനലൊക്കെ ആണെങ്കിൽ ഇത്രയും ചെയർസ് ഉണ്ടാവും. ഇനിയിപ്പോ ഒരു വ്യക്തി മാത്രമാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത്രയും ചെയർസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നല്ലൊരു അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ റൂം അറേഞ്ച് ചെയ്യണം. A psychological barrier between the interviewer and the candidate create in a situation where the interviewer selected to sit behind the desk during the interview. അപ്പോൾ എന്തെങ്കിലും സൈക്കോളജിക്കൽ ബാരിയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം, നമുക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ. അപ്പൊ ഒരു ഡെസ്കിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂറും ഇന്റർവ്യൂ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും ഇരിക്കാറ്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനും പറ്റും. നമ്മൾ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജോബിനെ കുറിച്ചിട്ടോ ഒരുപാട് ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. Not too much information regarding the company and the candidates of the employment should be shared with the candidates during the interview or interviews. നമ്മൾ ഇന്റർവ്യൂയുടെ സമയത്തോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് നമ്മുടെ എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചിട്ടുള്ള മോർ ഇൻഫർമേഷൻസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. After a provisional offer has been made, negotiation over the pay, other benefits will take. സാധാരണയായിട്ട് ഒരു പ്രൊഫഷണൽ ഓഫർ കൊടുക്കാം, അതേപോലെ തന്നെ അവർ എത്രയാണ് പേ ഉദ്ദേശിക്കുന്നത്, അതേപോലെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. Then preparing groundwork for negotiation and benefits during interview process is always advisable. അപ്പൊ നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്ക് കാര്യങ്ങള് പിന്നെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ ടാർജറ്റ് ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. When the interview is conducted, information regarding the next step should be provided to applicants. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മൾ ഇന്റർവ്യൂ തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. മേ ബി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന് നമ്മൾ ആരോട് പറയാം, കാൻഡിഡേറ്റ്സിനോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. They might be asked if they have any objection or problem with any of the steps they have been taken up till the stage. ഇതിപ്പോ കാൻഡിഡേറ്റ്സിനോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു വന്നില്ലേ, അപ്പൊ നമുക്ക് ഏതെങ്കിലും സ്റ്റേജസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, ഏതെങ്കിലും സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ ഒബ്ജക്ഷൻ എന്ന് വെച്ചിട്ടുള്ള ഓപ്പോസിഷൻ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാൻഡിഡേറ്റ്സിനോട് നേരിട്ട് എന്ത് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതേ മിസ്റ്റേക്ക് നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റും, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി
എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് കാൻഡിഡേറ്റ്സിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. Then the actual performance and the anticipated performance of the candidates be determined by follow-up study. അതേപോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ പ്രതീക്ഷിച്ച ആൻറ്റിസിപ്പേറ്റഡ് പെർഫോമൻസും ഒക്കെ ആയിരുന്നോ എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പ് സ്റ്റഡിയിലൂടെ കണ്ടെത്തണം. These studies will enable the organization to evaluate their selection process. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ തന്നെയാണോ സെലക്ട് ചെയ്തേ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റഡീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എക്സാമിൻ ദർ ഇന്റർവ്യൂർ സ്കിൽ, നമ്മൾ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയുടെ സ്കിൽ എങ്ങനെയാണ് എന്ന് വെച്ചാല് ഇന്റർവ്യൂ ചെയ്തത് ആരാണ്, ആ വ്യക്തിയുടെ സ്കില്ല്, ഇന്റർവ്യൂ ചെയ്യാനുള്ള സ്കില്ല് എന്തോരം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മേ ബി ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയി എഫിഷ്യന്റ് അല്ലെങ്കിൽ അവിടെ എംപ്ലോയി മാത്രമല്ല അവിടെ എഫിഷ്യന്റ് അല്ലാത്ത, ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയും കൂടിയാണ് അവിടെ എഫിഷ്യന്റ് അല്ലാത്തത്. കാരണം അയാൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഫെയിൽ ആയി പോയി. ഓക്കെ, then planning an interview, നമ്മളൊരു പ്ലാനിങ് ചെയ്യാണ്, ഇന്റർവ്യൂവിന് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ പീപ്പിൾ ഹു വിൽ കണ്ടക്ട് ഇറ്റ് ഓൾ ആർ ഇൻഫോംഡ് ഓൺ ജോബ് പൊസിഷൻ ആൻഡ് പ്രൊസീജിയർ ദേ ഷുഡ് ഫോളോ. ആരൊക്കെയാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അവരുടെ ജോബ് പൊസിഷൻ എന്താണ്, എന്തൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദ മാനേജർ ആൻഡ് ദ ടീം ലീഡർ should be continuously trained regarding the interview skills that are required for conducting an interview properly. നമുക്ക് എന്തെല്ലാം മാനേഴ്സ് ആണ്, എന്തെല്ലാം ടേംസ് ആണ്, ടീം ലീഡേഴ്സിന്റെ കാര്യങ്ങള്, മാനേജേഴ്സ് ആരൊക്കെയാണ്, ഇന്റർവ്യൂ സ്കില്ല് എന്തൊക്കെ വേണം, ഇന്റർവ്യൂ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ മെൻഷൻ അണ്ടർ സെക്സ്, റേസ്, disability discrimination act should be completely followed by any each interview. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സെക്സ്, റേസ്, ഡിസബിലിറ്റി നോട്ട് ആണ്, നോട്ട് ഫോളോഡ് ബൈ ഈച്ച് ഇന്റർവ്യൂ. ഇന്റർവ്യൂർ ഒരിക്കലും സെക്സ്, റേസ്, ഡിസബിലിറ്റി, ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. കംപ്ലീറ്റ്ലി നോട്ട് ഫോളോഡ് ബൈ ഈച്ച് ഇന്റർവ്യൂ. ആ നോട്ട് അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എന്റെ ബുക്കിൽ അങ്ങനെയാണോ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നോട്ടം തന്നെ വേണ്ടത് അങ്ങനെ നോക്കാൻ പാടില്ല. കാരണം ചില ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോട് ഒരു വേർതിരിവ് കാണിക്കാറുണ്ട് ചില ഓർഗനൈസേഷൻസ്. ഇപ്പൊ ടീച്ചിങ് ഫീൽഡ് അല്ലാണ്ട്, ടീച്ചിങ് ഫീൽഡിൽ എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. പക്ഷെ മറ്റ് ഫീൽഡുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ത്രീകളെ സെലക്ട് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജോബ് കിട്ടിയാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നെങ്കിൽ അവര് മേ ബി ജോബിന് കറക്റ്റ് ആയിട്ട് വരില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അതേപോലെ റേസിന്റെ ബേസിൽ, അതേപോലെ ഡിസബിലിറ്റിയുടെ ബേസിലൊക്കെ നമ്മളോട് ഡിസ്ക്രിമിനേഷൻ ആക്ട് കാണിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെ നമ്മളോട് റിജക്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. Prejudiced behavior or prejudiced judgment of any kind must fully eliminated from interview and the following discussion. നമ്മൾ ഇന്റർവ്യൂല് എന്താണ് പ്രജുഡിസ് ബിഹേവിയറോ അതേപോലെ തന്നെ പ്രജുഡിസ് ജഡ്ജ്മെന്റ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതിന്റെയൊക്കെ ബേസിൽ ആരെയും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. During the interview, any indirect remark reflecting any kind of racism should be avoided at all cost. നമ്മൾ റേസിസം കാണിക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ അത്രയും ഇല്ല, എന്നാലും ഇന്ത്യയിലും അതേപോലെ പുറത്തൊക്കെ ഈ റേസിസം കാണിക്കാറുണ്ട്. പുറത്തു വന്നവരാണ് അല്ലെങ്കിൽ ഇപ്പോ ഡൽഹിയിലൊക്കെ ഇന്റർവ്യൂ നടത്തണമെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥലം പറഞ്ഞിട്ട് എന്താ പറയാ റേസിസം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ കാണിക്കാറുണ്ട്. The reason behind in selecting and rejecting any candidate should be recorded after interview has been conducted. നമ്മൾ എംപ്ലോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുള്ള കാരണം എന്താന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്റർവ്യൂവിന്റെ ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഇന്ന വ്യക്തിനെ ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് എഴുതി വെക്കാം. ഇന്ന് റിജക്ട് ചെയ്തവരാണെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിനെ റിജക്ട് ചെയ്തത്. Rejection of the candidate should be made exclusively on the basis of she
he or she incapable of performing job. നമുക്ക് ഉറപ്പ് വേണം. റിജക്ട് വെറുതെ ചെയ്താൽ പോരാ, ആ വ്യക്തിനെ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പും കൂടി വേണം. അവർക്ക് ആ ജോബ് ചെയ്യാനായിട്ട് പറ്റില്ല, അവർക്ക് ഇൻകേപ്പബിൾ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ റിജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Decision on selecting the candidate should not be based on racism, sexism, ഡിസബിലിറ്റീസ്. നമ്മൾ ഒരിക്കലും ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തിന്റെ ഒന്നും ബേസിലാവാൻ പാടില്ല, റേസിസത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ ആ ഒരു വേർതിരിവോ ഡിസബിലിറ്റിയുടെ ബേസിലോ ഒന്നും ആവാൻ പാടില്ല. അവർക്ക് ആ ജോബ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നോ കോൺഫിഡന്റ് ആണോ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ. Handling applicant ethically in another important aspect to consider when planning and implementing a recruitment program. ആപ്ലിക്കൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഫാക്ടർ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഇസ് ദ റൈറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനും ജോബിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ഒരു റൈറ്റ്സ് ആണ് അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു റെസ്പെക്ട് ചെയ്യണം. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ സെൽഫ് റെസ്പെക്ടിന് കോട്ടം നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആരും അവിടെ നിൽക്കില്ല, നമ്മൾ കിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കണം. വിച്ച് ഇൻക്ലൂഡ് റിസീവിംഗ് എ its response and being informed of the result of their application. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാം. അതേപോലെ അവരുടെ ആപ്ലിക്കേഷൻ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ അവരോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. There is a limit to how many interview and interviewer can conduct in a day without losing enthusiasm and energy. നമുക്കറിയാലോ, എപ്പോഴും ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ടയേർഡ് ആവും അല്ലെ. അപ്പൊ അവരുടെ എനർജിയും എന്തോസും ആ ഉന്മേഷമൊക്കെ കളയാതെ ആവേശമൊക്കെ കളയാതെ അവർക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും, എത്ര എണ്ണം കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. മാക്സിമം ഓഫ് 8 brief, ഒരു 8 എണ്ണം. Low stress half-hour interview should be conducted in a day. ഒരു half-hour ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ഒരെണ്ണമൊക്കെ ഒരു മാക്സിമം ഒരു വ്യക്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊണ്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കാം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ എന്തെല്ലാമാണ് ഇന്റർവ്യൂവിന് വേണ്ട അറേഞ്ച്മെന്റ്സ് എന്നാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത്. എല്ലാവരും എന്തൊക്കെയാണ് ഇന്റർവ്യൂവിന്റെ അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് വേഗം ഒന്ന് റീഡ് ചെയ്തേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. വേഗം റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ, കംപ്ലീറ്റ് ആവുമ്പോ പറയണേ. റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ സെലക്ഷൻ പ്രോസസ്. എന്തെല്ലാം കാര്യങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സിൽ ചെയ്യാൻ പാടുള്ളത്, എന്തെല്ലാമാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡൂസ് ആണ്. ഡു ഹോംവർക്ക്. നമ്മൾ ഏതൊരു കമ്പനിയിലാണോ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകും. നമ്മൾ ഏത് കമ്പനിയിലാണോ ഇന്റർവ്യൂവിന് പോകുന്നത് ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതേപോലെ തന്നെ കമ്പനിയെ കുറിച്ചിട്ടുള്ള നോളജ്, അതേപോലെ തന്നെ സക്സസ് എങ്ങനെയാണ്, മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന അതേപോലെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, അവരുടെ ടാർജറ്റ് ആരാണ്, ടാർജറ്റ് മാർക്കറ്റ് ഏതാണ്, നമ്മൾ ഈ ജോബ് പൊസിഷന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിന് പോകുന്നത്. ആ ജോബ് പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ജോബ് ആണെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നും കൂടി റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഡു ഹോംവർക്ക്. നമ്മുടെ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോണേക്കാളും മുമ്പ് ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ദെൻ അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര നേരത്തെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറ്റും അതാണ് ഏറ്റവും കംഫർട്ടബിൾ. ഇപ്പൊ 10 o'clock ആണ് ഇന്റർവ്യൂ എങ്കിൽ 9:30 മുമ്പായിട്ട് അവിടെ എത്താൻ ശ്രമിക്കുക. 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങാന്നല്ല, 9:30 മുമ്പായിട്ട് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സ്പേസിൽ അതിന്റെ സ്ഥലത്ത് നേരത്തെ എത്താൻ നോക്കും. കാരണം അവരെ ഏർലി ഫോർ ഇന്റർവ്യൂ അതൊരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള പഞ്ച്വാലിറ്റിയും ട്രസ്റ്റ് വർത്തിനെസ്സും അദ്ദേഹം ഫ്യൂച്ചറിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഇതാണ്. ലേറ്റ് ആയിട്ട് വരാണെങ്കിൽ ഒരു ബാഡ് ഇംപ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിങ് നോട്ട് അലോങ് ടു കാംനെസ്. നമ്മൾ നേരത്തെ ഹോംവർക്ക് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇത്രയായാലും വീട്ടിൽ നിന്ന് റെഡിയായി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് ഇവിടെ ബസ്സും ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ പ്ലേസിലെത്തി. പക്ഷേ പെട്ടെന്ന് മറന്നുപോയി. എല്ലാ കാര്യങ്ങളും ബ്ലാങ്ക് ആവും അല്ലെ? എല്ലാവർക്കും ഉണ്ടാവില്ലേ, എക്സാം എഴുതുന്നേക്കാളും മുമ്പ് എക്സാം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എക്സാം ഹോളിൽ ബാഗോടെ വെച്ചിട്ട് ജസ്റ്റ് എക്സാം ഹോളിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയായിരിക്കും. പിന്നെ കുറച്ചു നേരം കഴിയണം നമ്മൾ ആ ബ്ലാങ്ക്നെസ് നിന്ന് മാറാനായിട്ട്. ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റ് ഒക്കെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും ചില ബ്ലാങ്ക് മാറുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് മറവി സംഭവിക്കും. നമ്മൾ ഓവറായിട്ട് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ മേ ബി എനിക്ക് വരാറുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് മറന്നു പോകും കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാമാവാൻ വേണ്ടിയിട്ടും നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഹോംവർക്ക്, ആ കാര്യങ്ങളൊക്കെ ചെറിയൊരു നോട്ട്സിൽ എഴുതിക്കൊണ്ട് വരാം. പിന്നെ നമ്മളൊരു ഇന്റർവ്യൂവിനോട് ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫോം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് ചെയ്യാൻ നോക്കാം. ഹാൻഡ് ഷേക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒത്തിരി പ്രാവശ്യം എങ്ങനെയെങ്കിലും കുലുക്കോ അങ്ങനെ ഒന്നും പാടില്ല. കറക്റ്റ് ആയിട്ട് എങ്ങനെയാണോ ഹാൻഡ് ഷേക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഹാൻഡ് ഷേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ നെക്സ്റ്റ് ആണ് ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കും.
ആരോടും സുപ്പീരിയർ അല്ല, നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെക്കാളും വലുത് ഞാനല്ല എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഞാനാണെന്നുള്ള ചിന്തയൊക്കെ പാടില്ല, കാരണം നല്ലതല്ല. ഓക്കെ, ഫേം ഹാൻഡ് ഷേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 or 3 seconds ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഫേം ഹാൻഡ് ഷേക്കിന് 2 or 3 seconds കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഹാൻഡ് ഷേക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, 1 minute കേട്ടോ. ഇങ്ങനെയാണ് ഫേം ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതെന്ന് ചുമ്മാ നോക്കിക്കോ. കാരണം നിങ്ങളൊരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളതൊരു ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്ര മതി. ജസ്റ്റ് 2 or 3 seconds, അതിൽ കൂടുതൽ വേണ്ട. എന്നുവെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ചിലര്, അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക, ഇത്രയും മതി. ഓക്കെ, എന്താണ് ഫേം ഹാൻഡ് ഷേക്ക് എന്നുള്ളത് മനസ്സിലായല്ലോ. പിന്നെ ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മള് കോൺഫിഡന്റ് ആവാം, ഓക്കെയാണ്, ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. എല്ലാത്തിനെ കുറിച്ച് എനിക്കറിയാം, നിങ്ങളെക്കാൾ നോളജ് എനിക്കുണ്ട്, എനിക്ക് ആ ജോലി എടുത്താ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെപ്പോഴും കുറച്ച് ഒരു കോൺഫിഡൻസ് ആവാം. സുപ്പീരിയാരിറ്റി ഡിഫറെന്റ് ആണ്, ഡബിൾ ഡിഫറെന്റ് ആണ്. അറഗന്റ് ആണ്, അൺവില്ലിംഗ് ആണെന്നൊക്കെ പറയില്ല, അതാണ്. അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കണ്ട എന്ന് തോന്നും. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാണെങ്കിൽ ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. ഡെയിലി നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു ഞങ്ങളുടെ പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളും ന്യൂലി പുതിയതായിരിക്കും. ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കും പുതിയ പുതിയ ടോപ്പിക്കായിരിക്കും. ടീച്ചേഴ്സിന് മാത്രമുള്ള പ്രത്യേകത എന്ന് തോന്നുന്നു. അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ടേക്ക് ദ ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ക്വസ്റ്റ്യൻ ചോദിച്ച് അപ്പൊ തന്നെ ചാടി, ക്വസ്റ്റ്യൻ തീരുന്നേക്കാളും മുമ്പ് അപ്പൊ തന്നെ പറയാനുള്ള ഒരു ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒന്ന് ബ്രീത്ത് ചെയ്യും, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് സർ ഒന്ന് ഇത് ചെയ്തിട്ട് പറയാം, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. അല്ലാതെ അവർ പറഞ്ഞു തീരുന്നേക്കാളും മുമ്പ് ആൻസർ ചെയ്യല്ല വേണ്ടത്. ഹൈലൈറ്റ് യുവർ സക്സസ്. ഇത് നമ്മളോട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ നമ്മൾ സക്സസിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ നമുക്ക് ജോബ് തരാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. സ്പീക്ക് വിത്ത് എന്തൂസിയാസം. നല്ല കോൺഫിഡൻസോട് കൂടി ആവേശത്തോട് കൂടി കാര്യങ്ങൾ പറയാം. അല്ലാണ്ട് ചിലവരുണ്ടോ ഭയങ്കര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതൊരു രസമില്ല. നല്ല കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പൊ ഒരു നല്ലൊരു ബെസ്റ്റ് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ. ആ ജോബ് പൊസിഷനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാനിപ്പോ കാൻഡിഡേറ്റ് ആണെങ്കിൽ എനിക്ക് ആ ഒരു ജോബിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അതേപോലെ ആരാണ് ഇന്റർവ്യൂവർ ജോബിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നോട്ട്സ് എഴുതാം, കാര്യങ്ങൾ എഴുതിയെടുക്കാം. മേ ബി സാലറി പാക്കേജ് അല്ലെങ്കിൽ ജോബിന്റെ അവേഴ്സ് കാര്യങ്ങളൊക്കെ മറന്നു പോകാറില്ലേ മനുഷ്യനല്ലേ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്റർവ്യൂവറിനോട് ചോദിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂവില്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Do's. While preparing for an interview, a person should follow the following point. താഴെ പറയുന്ന പോയിന്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. Do homework. The HR manager like those candidates who know about the company and the job position they are applying for. For this, the candidates have to gain knowledge about the company. Maximum ആ കമ്പനിയെ കുറിച്ചുള്ള നോളജ് വേണം. അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, സ്റ്റാർട്ടിങ് എന്താണ്, സക്സസ്, മൈൽ സ്റ്റോൺ, അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ എന്താണ്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ടാർഗറ്റ് മാർക്കറ്റ്, ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, അക്യൂർ ചെയ്യണം. Arriving early for the interview. The candidate should arrive before the allotted time of the interview. ആ ടൈമിന് മുമ്പായിട്ട് നേരത്തെ എത്താനായിട്ട് ശ്രമിക്കാം. This will demonstrate their commitment to the work. ഇത് എന്താ കാണിച്ചത്, നമുക്ക് ആ കമ്മിറ്റ്മെന്റ് ആണ്, ആ വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത്. If the candidate does not arrive on time, കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ it show that he or she is not trustworthy and further make a bad impression on the interview. അപ്പൊ കറക്റ്റ് ടൈമിൽ എത്തിയില്ല, ഇത് നമുക്കൊരു ബാഡ് ഇംപ്രഷൻ ആണ്, എപ്പോഴും ലേറ്റ് ആണ്, അത് നമുക്കൊരു ജോലിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു പ്രഡിക്ഷൻ വരും. അപ്പൊ ബാഡ് ഇംപ്രഷൻ ആണ്. അപ്പൊ എപ്പോഴും ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ചെല്ലാനായിട്ട് നോക്കുക.
Bring not along to calm nerves. ഞാൻ പറഞ്ഞില്ലേ ഹോംവർക്ക് നമ്മൾ ചെയ്തപ്പോൾ നോട്ട്സ് ചെയ്തിട്ടുണ്ടാവും. കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോവാം. The interview can bring his or her note to calm down nervousness. This often reflects the candidates in serious about the job interview and has done his homework. അപ്പൊ ഈ ഒരു നോട്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പാണ് നെർവസ്നെസ് കുറയ്ക്കാൻ പറ്റും, ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ജോബ് ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് സീരിയസ് ആണ് കാൻഡിഡേറ്റ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ അവർ ഓൾറെഡി ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കാം. ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്. ഞാൻ കാണിച്ചതില്ലേ ഇത് നൈസ് ആയിട്ട് 2 seconds ഉള്ള ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ കാണിക്കുന്ന കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് ഷേക്ക് മതി. The interview must offer a firm handshake as reflects the enthusiasm, confidence and positivity. ഇതെല്ലാം കോൺഫിഡൻസും ആവേശവും അതേപോലെ തന്നെ പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. A firm handshake is often considered as a good start of a successful interview, as many HR managers take the hiring decision in 2 minutes of interview. സാധാരണയായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് 2ാമത്തെ നിമിഷത്തിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യേണ്ട ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് നമ്മൾ 2 minutes കൊണ്ട് നമുക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു ഹാൻഡ് ഷേക്ക്, വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ കോൺഫിഡന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ നോക്കുക, സുപ്പീരിയർ ആവാൻ നോക്കിയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെക്കാളും നോളജിലേക്ക് ഉണ്ട് എന്നുള്ള ചിന്ത പാടില്ല. The candidates must know the difference between superiority and confidence. കോൺഫിഡന്റ് ആയിരിക്കണം, സുപ്പീരിയോറിറ്റി വേണ്ട. അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാണ്. He should be willing to learn new things. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം. Rather than showing the superiority of knowing everything. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതിനേക്കാളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് താല്പര്യമാണ്, ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ആണ് നമുക്ക് തോന്നുന്നത്. HR manager do not like this kind of attitude, as they do not want their employee to be arrogant, unwilling to learn organizational process and code of conduct. അപ്പൊ HR managers ലൈക്ക് ചെയ്യാറില്ല ഭയങ്കരമായിട്ട് സുപ്പീരിയോറിറ്റി, അൺവില്ലിങ്, അറഗന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മളെ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് വേണ്ടത് ഒരു ലേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന, ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയിനെ ആയിരിക്കും അവർ നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ടേക്ക് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാനായിട്ട് നമ്മുടേതായ ടൈം എടുക്കാം. 2 or 3 seconds, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് 2 or 3 seconds, ഒരു 50 seconds എങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ചാടി കയറി പറയേണ്ട കാര്യമില്ല. Most of the people begin to formulate an answer in their mind before the speaker has to even complete his question. A question complete ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആൻസർ അവർ പറയും. This should be strictly avoided in an interview. ഒരു ഇന്റർവ്യൂവിൽ അത് അവോയ്ഡ് ചെയ്യണം. ക്ലാസ്സിലൊക്കെയാണ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാളും മുമ്പ് ആൻസർ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ അതൊരു ബാഡ് ആയിട്ടുള്ള ഇംപ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Instead, the interview should take some time to answer the question by attentively listen to the complete question. നമ്മൾ ആ ക്വസ്റ്റ്യൻ, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Also, if the answer to the question is not no, one should be honest about it. അപ്പൊ എനിക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ച് ആൻസർ അറിഞ്ഞോണെങ്കിൽ ഹോണസ്റ്റ് ആയിട്ട് പറയാം, സർ എനിക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്ന് ഹോണസ്റ്റ് ആയിട്ട് തന്നെ പറയാമെങ്കിൽ നമ്മൾ വെറുതെ അവരുടെ ടൈമോ നമ്മുടെ ടൈമോ വേസ്റ്റ് ചെയ്യുന്നില്ല. ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മുടെ സക്സസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ അവരോട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. Often the HR manager want to assess how the enthusiasm the candidate is. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന അവർ എത്ര ആവേശമുണ്ട്, നല്ല ആവേശമുള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കാം. The interview must speak with the enthusiasm and positivity. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി നല്ല ആവേശത്തോടു കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ സംസാരിക്കാൻ. If the candidate sound is low and dull, it will not make a good impression. അതൊക്കെയാണ് സംസാരിക്കുന്നത്. ഒന്നും കേൾക്കുന്നില്ല, ഇന്റർവ്യൂവർക്ക് ഒരു കാര്യവും കേൾക്കുന്നില്ലെങ്കിൽ അവർ ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ബാഡ് ഇംപ്രഷൻ തന്നെയാണ്. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മളുടെയാണ്. Interviewer, even if he or she has answered all questions. ഇപ്പോ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ പോലും അവർ സൗണ്ട് ഭയങ്കര ലോ ആയിട്ടാണ് സംസാരിച്ചത്, ഡള്ളാണ്,
ഭയങ്കര വിഷാദത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ളവരെ അവരെ സെലക്ട് ചെയ്യാറില്ല. നല്ല ഹാപ്പി ആയിട്ട് ചില്ലിങ് ആയിട്ടിരിക്കുന്നവരാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ളവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. Ask question about the position. നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് ആ ജോബ് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോബിനെ കുറിച്ചിട്ടും ജോബ് പൊസിഷനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ഇന്റർവ്യൂവറിന്റെ അടുത്ത് ആസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. The interview can ask the question about the job position with HR manager. HR manager ജോബ് പൊസിഷനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. This show that candidates is really interested in this job. ഇതെന്താ മനസ്സിലാക്കി തരാൻ പറ്റുന്നത്, കാൻഡിഡേറ്റ്സ് ആ ജോബിൽ റിയലി ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഓൾസോ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ പൊസിഷൻ ഹെൽപ് ദ ഇന്റർവ്യൂ ടു നോ വെദർ ഹി ഓർ ഷീ ഈസ് അപ്പിയറിംഗ് ഫോർ ദ റൈറ്റ് ജോബ് ഇന്റർവ്യൂ. അതേപോലെ ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന ഇന്റർവ്യൂ കറക്റ്റ് ആണോ, എന്റെ ടേസ്റ്റിനുള്ള ജോബാണ് അവിടെ ഉള്ളത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് ടേക്ക് നോട്ട്സ്. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എഴുതിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, നോട്ടൊക്കെ എഴുതാനും കുഴപ്പമില്ല. The candidates can bring note containing information about the company and the job position. ആ കമ്പനിയെ കുറിച്ചിട്ടും ജോബ് പൊസിഷനെ കുറിച്ചിട്ടുള്ള നോട്ട്സ് നമുക്ക് കൊണ്ടുവരാം. ഓൾസോ the candidates can add information to their notes by noting down new data during the interview. ആ ഇന്റർവ്യൂ പ്രോസസ്സിന്റെ സമയത്ത് നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോട്ട്സിൽ എഴുതാൻ പറ്റും. This will reflect the interviewer interest in the job. ഇത് എന്ത് കാണിച്ചാലാണ് നമുക്ക് ഇന്റർവ്യൂവറിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ജോബിനോടുള്ള ഇൻട്രസ്റ്റ് എന്താണ്. And will helps in remembering the question that he might want to ask the interviewer. അതേപോലെ തന്നെ ഇന്റർവ്യൂവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് ഇന്റർവ്യൂ നോട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ഡൂസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊന്ന് റീഡ് ചെയ്ത് എല്ലാവരും ഫുള്ളൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞോ? റീഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത് ഡോൺസ് ആണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ 5 പോയിന്റ് ഞാൻ നിർത്തുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഡ്രസ്സിങ് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ അൺസീരിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. കാഷ്വൽ ഡ്രസ്സുകൾ വിയർ ചെയ്യാതിരിക്കാൻ നോക്കുക. ആൻഡ് ഇന്റർവ്യൂ ഷുഡ് നോട്ട് ബി ഡ്രസ്ഡ് ഇൻ കാഷ്വൽ വേ. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഒരിക്കലും കാഷ്വൽ രീതിയിൽ ഡ്രസ് ചെയ്യാൻ പാടില്ല. സച്ച് റിഫ്ലക്ട് അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി ജോബ് പൊസിഷൻ. ജോബ് പൊസിഷനെ കുറിച്ചിട്ടുള്ള ഒരു അൺസീരിയസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. The candidates must be dressed formally even if the company uniform is casual. ഇനിയിപ്പോ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ കാഷ്വൽ യൂണിഫോം ആണെങ്കിൽ പോലും പക്ഷെ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യാനായിട്ട്. Violating the interviewer's personal space. നമ്മൾ ഒരിക്കലും ഇന്റർവ്യൂവറുടെ പേഴ്സണൽ സ്പേസിലേക്ക് വയലേറ്റ് ചെയ്യരുത്. എവരിവൺ ഹാസ് എ പേഴ്സണൽ സ്പേസ്. എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. ഹിൻഡറിംഗ് ദ പേഴ്സണൽ സ്പേസ് ഓഫ് ദ ഇന്റർവ്യൂ ക്യാൻ മേക്ക് ഹിം അൺകംഫർട്ടബിൾ. നമ്മൾ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. Therefore, the interview must not to try hinder the personal space of the interviewer by any means. ഏതൊരു സാഹചര്യത്തിലായാലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉള്ള ബാക്കിയുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരൊരു കാരണവശാലും നമ്മൾ മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് എംപ്ലോയി or lower level staffs, maybe cleaning related ആയിട്ടോ സെക്യൂരിറ്റീസോ, അവരൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. Mistreating the supporting employee or lower level staff member reflect in an inhuman or disrespectful nature. ഇത് എന്തിന് കാരണമാകുന്നു? ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഡിസ്റെസ്പെക്റ്റീവ് നേച്ചർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. The candidates thus should not mistreat any person and must pay respect to everyone in the office. അതേപോലെ തന്നെ അങ്ങനെ മിസ്ട്രീറ്റ് ആരെയും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാവരെയും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനായിട്ട് പറ്റണം. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ റോങ് റീസൺ. ഒരു കാരണവശാലും റോങ് ആയിട്ടുള്ള റീസൺ കൊണ്ട് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പാടില്ല. The candidate should appear and speak in normal manner. He or she should not stand out due to illogical or wrong reason. Illogical ആയിട്ടുള്ള റീസൺ, റോങ് ആയിട്ടുള്ള റീസൺ കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. വിയറിംഗ് ഹെവി മേക്കപ്പ് വിയർ ചെയ്യാൻ പാടില്ല. ജ്വല്ലറീസ്, neon colors, ക്ലോത്ത്, ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂം, ഭയങ്കര സ്മെല്ലുള്ള പെർഫ്യൂംസ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. എക്സെട്രാ ക്യാൻ ഗീവ് റീസൺ ടു HR മാനേജർ ഫോർ നോട്ട് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ്. മേ ബി ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? HR മാനേജർ ഇവർ സെലക്ട് ചെയ്യാതിരിക്കാനായിട്ട് കാരണമാകും. ഗെറ്റിംഗ് ടു പേഴ്സണൽ ആവാൻ പാടില്ല. നമ്മുടെ ഫുൾ പേഴ്സണൽ കാര്യങ്ങളും ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതില്ല, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ഫുൾ ആയിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട. അപ്പോൾ ആസ്കിംഗ് ക്വസ്റ്റ്യൻ, the candidates must answer in general manner without getting too personal about it. നമ്മൾ കുറെ പേഴ്സണൽ ആയിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഒരു ജനറൽ മാനറിൽ മാത്രം അത് ആൻസർ ചെയ്താൽ മതി. Or he or she should not share the large amount of personal information with interviewer. ഇന്റർവ്യൂവർ ആയിട്ട് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ. അടുത്താണ് ഫിഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ കലഹിക്കുക. ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും കലഹിക്കാൻ പാടില്ല. ഫിഡ്ജറ്റിംഗ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു സ്കാച്ച് ദ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. ചില ആൾക്കാർ എനിക്ക് ആ ഒരു പൊസിഷൻ കിട്ടണമെന്ന് പറഞ്ഞ് കലഹിക്കാറുണ്ട്, അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നെർവസ്നെസ്, ടെൻഷൻ ഉണ്ടല്ലോ, അതേപോലെ വെറീസ്, ആൻസൈറ്റി എക്സെട്ര ആർ കോമൺ ഇൻ ഇന്റർവ്യൂ. ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്, നെർവസ്നെസ്, വെറീസ്, ആൻസൈറ്റീസ്. പക്ഷേ ഫിഡ്ജറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. ഇതൊരു കലഹാണ്, എനിക്ക് തന്നെ വേണം, ഞാനാണ് ഇന്റർവ്യൂവിൽ മാർക്ക് സ്കോർ ചെയ്തതെന്ന് പറഞ്ഞ് കലഹിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. If it is found that 26% of interviewer do not select the candidates who's fit. ഒരു വ്യക്തി ഇതേപോലെ കലഹിക്കുകയാണെങ്കിൽ 26% ഇന്റർവ്യൂവറും അവർക്ക് ആ ഒരു സെലക്ട് ചെയ്യില്ല, നോട്ട് സെലക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനി ഒരു കാരണവശാലും നമ്മൾ കള്ളം പറയരുത്. ഒരു ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യാനോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോലും ഒരു കാരണവശാലും കള്ളം പറയരുത്. മേ ബി ആ ഒരു ലൈൻ നമ്മൾ പിന്നീട് കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ജോബ് പൊസിഷനും നമ്മുടെ റെപ്യൂട്ടേഷനും വരെ അത് അഫക്ട് ചെയ്യും.
The candidates must never lie in an interview. ഒരു ഇന്റർവ്യൂവിലും നമ്മൾ കള്ളം പറയാൻ പാടില്ല. Many people think that give false information about the job history or educational background is an excellent way to impress the HR manager. However, such false information can get the candidates into big problems. Point of problems as an HR manager have all required information with them, which they can verify at any point of time. ഒന്ന് ആലോചിച്ച് നോക്കി, കാൻഡിഡേറ്റ്സ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ലൈവ് പറയാൻ പാടില്ല. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവട്ടെ, ജോബ് ഹിസ്റ്ററി റിലേറ്റഡ് ആവട്ടെ, ഇതൊരു അവസരത്തിൽ നമ്മൾ എന്ത് പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. കാരണം HR മാനേജർക്ക് എപ്പോ വേണമെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കള്ളമാണ് പറഞ്ഞതെന്ന് മനസ്സിലായ മേ ബി നമ്മൾ അവിടുന്ന് ആ ജോബ് പൊസിഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഈവൻ ഇഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ചൂസൺ based on such lie, ആ ഒരു കളത്തിന്റെ പുറത്താണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ റെപ്യൂട്ടേഷൻ. അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷന് മോശമായിട്ട് അഫക്ട് ചെയ്യും. അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി, ഫ്യൂച്ചറിൽ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിനെയും അത് അഫക്ട് ചെയ്യും. ഇനി ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയർ. നമ്മൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ എംപ്ലോയറിനെ കുറിച്ചിട്ട് ഒരു കാരണവശാലും ഇന്റർവ്യൂവിന്റെ അടുത്ത് നമ്മൾ എന്ത് പറയാൻ പാടില്ല, കുറ്റങ്ങൾ പറയില്ലേ, അതൊന്നും പറയാൻ പാടില്ല. The interviewer should not say negative things or sharing grievances relating to his or her previous employer. നമ്മുടെ എംപ്ലോയറിനെ കുറിച്ചിട്ട് ഗ്രീവനസോ കംപ്ലൈൻസോ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്സോ ഒന്നും നമ്മൾ ഇന്റർവ്യൂവറിനോട് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഇൻ ദ ഫ്രണ്ട് ഓഫ് ഇന്റർവ്യൂവർ. ഇതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഇൻസ്റ്റെഡ് ദ കാൻഡിഡേറ്റ് ഷുഡ് റിലേ ഇൻ കാം ആൻഡ് പോസിറ്റീവ് മാനർ ഇഫ് ആസ്ക്ഡ് അബൌട്ട് ദ പാസ്റ്റ് എംപ്ലോയർ. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിച്ചാൽ മതി. പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോയി അധികം മേ ബി നമുക്ക് ബാഡായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്താൽ മതി. Adding filler face. Most of the candidates use filler face like while they think of an answer. Answer പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് പറയാറുണ്ട് എന്ന് പറയും. Okay. This should not simply avoid as create a reflection that candidates does not know the answer or trying to make out of one. അപ്പൊ അറിയാം, അവർക്ക് ആൻസർ അറിയാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ആര് വിചാരിക്കുക, ഇന്റർവ്യൂവർ വിചാരിക്കുക. ലിവിങ് ഓൺ ദ ഫോൺ. നമ്മൾ ഫോൺ ഒരു കാരണവശാലും ഓൺ ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ റൂമിലേക്ക് പോകാൻ പാടില്ല. അതേപോലെ വൈബ്രേഷൻ മോഡിൽ ഇടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ്, അതാണ് പ്രിഫറബിൾ. ഫോൺ റിംഗിങ് ഇൻ ദ ഇന്റർവ്യൂ റൂം or receiving a call during an interview is worst case scenario of an interview. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്ന് ഫ്രണ്ട്സ് ഇരിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ ഫോൺ റിംഗ് ചെയ്തു, ഇത്രയും ശബ്ദതയായിരിക്കും, അവിടെ വെച്ച് നമ്മുടെ ഇംപ്രഷൻ പോയി. It is the last thing that the HR manager wants to see the candidates. The candidates should never leave their phone in ringing or vibrating mode during an interview. ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് റിംഗിങ് മോഡിലോ വൈബ്രേറ്റിംഗ് മോഡിലോ കാരണവശാലും ഫോൺ ഇടാൻ പാടില്ല. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്ത നോക്കിയിട്ട്, ഡ്രസ്സിങ് കാഷ്വൽ ഡ്രസ് ചെയ്യാൻ പാടില്ല, ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് വയലേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല, സപ്പോർട്ട് സ്റ്റാഫ് ഓർ ലോവർ ലെവൽ സ്റ്റാഫുകളെ മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. സ്റ്റാൻഡിങ് ഔട്ട് റോങ് റീസൺ, അവിടെ നിന്ന് കിട്ടുന്ന റോങ് റീസൺ കൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോരാനായിട്ട് പാടില്ല. ഗിഫ്റ്റിംഗ് പേഴ്സണൽ, ഒരുപാട് പേഴ്സണൽ ആയിട്ട് അത് അഫക്ട് ചെയ്യാൻ പാടില്ല. ഹിച്ചിങ്, ലൈ ചെയ്യാൻ പാടില്ല. ഫോർമൽ എംപ്ലോയിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ മോശമായിട്ട് പറയാൻ പാടില്ല. ആഡിങ് ഫില്ലർ ഫേസ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മൊബൈൽ ഫോൺ വൈബ്രേഷനിലോ റിംഗിങ്ങിലോ ഇടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ദോസ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നല്ല രീതിയിൽ റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, Miss.